ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 34 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വന്നത് സമാധാനമല്ല, പിന്നെയോ വാൾ കൊണ്ടുവരാനാണ്. ഈ ഒരു വചനം വെച്ച് പല നിരീശ്വരവാദികളും പല സോഷ്യൽ മീഡിയയിലൂടെ വിമർശകർ ഇതിനെതിരെ തിരിയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു എന്താണ് ഈ വചനത്തിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ ഒന്ന് ചിന്തിച്ചു പോകുന്നത്. ബൈബിൾ പറയുകയാണ്, എന്തെന്നാൽ ഒരു മനുഷ്യനെ തൻ്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിലും പല വ്യക്തികളിലൂടെയും ഇതേ കാര്യം തന്നെ കാണുന്നു. സ്വന്തം ഭവനത്തിലെ വ്യക്തികൾ അവർക്കെതിരെ തിരിയുന്നത്, കായൻ ആബേലിനെതിരെ തിരിയുന്നതും, പിന്നീട് ഇങ്ങോട്ട് താഴോട്ട് പല മേഖലകളിലും നമുക്കിത് കാണാൻ സാധിക്കും. മോശയ്ക്കെതിരെ മിരിയാൻ വരുന്നതും, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ യേശു എന്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്? പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലേ ഇത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. യേശു 10 കൽപ്പനകൾ, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന 10 കൽപ്പനകളെ നോക്കുക. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ ദൈവത്തോടുള്ള കൽപ്പനകളാണ്. 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യരോടുള്ള കൽപ്പനയാണ്. ഈ കൽപ്പനകൾ ഒരു പരിധിവരെ മനുഷ്യന് പാലിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ എന്നിട്ട് പോലും മനുഷ്യനത് പാലിക്കുന്നില്ല എന്ന് നമ്മൾ പഴയ നിയമത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തു നൽകിയ കൽപ്പനകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ആഴപ്പെട്ട, അല്ലെങ്കിൽ ഒരു പടി കൂടി ശക്തമായ കൽപ്പനകളാണ് യേശു നൽകുന്നത്. പഴയ നിയമത്തിൽ സ്ത്രീയെ വ്യഭിചാരം ചെയ്താൽ മാത്രം അത് വ്യഭിചാരമാകുകയും അത് തിന്മയാകുകയും പാപമാകുകയും ചെയ്യും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു പറയുക, സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നവൻ പാപം ചെയ്യുന്നു, അവൻ വ്യഭിചാരം ചെയ്യുന്നു. പഴയ നിയമത്തിൽ സഹോദരനെ കൊന്നു കഴിഞ്ഞാൽ കായൻ ആബേലിനെ കൊല്ലുമ്പോഴാണ് അത് കൊലപാതകമായി മാറുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രബോധനം നിങ്ങൾ നോക്കുക, ഒരു വ്യക്തിയെ സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ അവൻ കൊലപാതകിയാണ് എന്നാണ് യേശു പഠിപ്പിച്ചത്. യാതൊരു രീതിയിലും പാപം ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു വലിയ കൽപ്പന ക്രിസ്തു കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ സഹോദരങ്ങൾക്ക്, ഒരുപക്ഷെ മറ്റ് സഹോദരങ്ങളെ, യേശുവിന്റെ കൽപ്പന പാലിക്കുന്ന ഒരുവനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് യേശുവിന്റെ കൽപ്പന പാലിക്കുന്ന ഒരു മകനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ കൽപ്പന സ്വീകരിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ് എന്ന് യേശു ക്രിസ്തുവിന് അറിയാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുന്നവൻ, അതുപോലെ അനുസരിക്കാൻ ശ്രമിക്കുന്നവന് ഏറ്റവും ആദ്യം നിനക്ക് എതിർപ്പുകൾ വരുന്നത് നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചില വീഡിയോകൾ ചെയ്തു. ഈ വീഡിയോകളെല്ലാം ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നത് മറ്റ് വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തലത്തിൽ നിന്നോ അല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. എല്ലാവരും വാളെടുത്തുകൊണ്ട് വന്നത് ഞാനായിരിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് എനിക്കെതിരെ ഏറ്റവും അധികം കമന്റുകളാകട്ടെ തെറിവിളികളാകട്ടെ വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ, യേശുവിന്റെ വചനം ഒരുവൻ പാലിക്കാൻ ശ്രമിച്ചാൽ, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഒരുവൻ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, നമുക്കെതിരെ വരുന്ന ആദ്യത്തെ വാളുകൾ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയായിരിക്കും. ഉദാഹരണം, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. എനിക്കൊരു 25,000 രൂപ മാസം ശമ്പളമുണ്ട്. അപ്പം ഞാൻ ആ 25,000 രൂപയിലെ പകുതി പൈസ ഞാൻ ചാരിറ്റി ചെയ്യാനായിട്ട് ഞാനൊരു തീരുമാനം എടുക്കുക. സ്വാഭാവികമായും എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് തരാവും. കാരണം വീട്ടിൽ ലോണുണ്ട്, വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നടത്താൻ ചിലപ്പോൾ പണമില്ലാതെ വരും. അപ്പം കർത്താവ് പറഞ്ഞത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രബോധനം, അല്ലെങ്കിൽ മറ്റുള്ളവന് അകമഴിഞ്ഞ് നിന്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അത് യാതൊരു രീതിയിലും ഭവനത്തിന് അത് അനുകൂലമാകത്തില്ല. മത്തായി സുവിശേഷം 10:37 നമ്മൾ വായിക്കുമ്പോൾ, പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, പുത്രനെയോ പുത്രിയെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഈ വാക്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം യേശുവിടെ പഠിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യം, നിന്റെ പിതാവിനെയോ മാതാവിനെയോ നിന്റെ മക്കളെയോ നിന്റെ ചുറ്റുപാടുകളിലെ എന്തെങ്കിലും ഒന്നിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ,
ഒരു ഗുരുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ യേശു ഇവിടെ പറഞ്ഞു വെക്കുന്നത് കുറച്ചുകൂടി ശക്തമായ കാര്യമാണ്. നിന്റെ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു കൽപ്പനയ്ക്ക് എതിരാണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 1-ാം കൽപ്പന ദൈവത്തെ ആരാധിക്കണം, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, സാബത്ത് ആചരിക്കണം, ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഈ 4 കൽപ്പനകളും ദൈവത്തോടുള്ള കൽപ്പനകളാണെങ്കിൽ 5-ാമത്തെ കൽപ്പനയാകുന്ന മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ള കൽപ്പന വാഗ്ദത്തത്തോടു കൂടിയ നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന കൽപ്പന 5-ാമത്തെ കൽപ്പന മാനുഷികമായി നൽകിയിരിക്കുന്ന ആദ്യത്തെ കൽപ്പനയാണ്. ഒരു പരിധിവരെ യേശു ക്രിസ്തു പറയും, നിന്റെ പിതാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നിന്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കണം, എന്നെ കേൾക്കണം എന്ന് യേശു പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യനോടുള്ള കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന തന്നെ യേശു ക്രിസ്തു ഒരു തരത്തിൽ ലംഘിക്കാൻ പറഞ്ഞുവോ എന്നൊരു സംശയം നമുക്ക് അവിടെ തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്? യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ, ഒരു പ്രവാചകൻ മാത്രമായിരുന്നെങ്കിൽ യേശു ഈ കൽപ്പന പറയുമ്പോൾ ചുറ്റുമുള്ള ശിഷ്യന്മാർ ഈ 5-ാമത്തെ കൽപ്പന ശക്തമായി പാലിക്കണമെന്ന് ബോധ്യമുള്ള ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് നീ അങ്ങനെ പറയുന്നത്? കാരണം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മാതാവിനെയും പിതാവിനെയും അധികമായി നിന്നെ ബഹുമാനിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റല്ലേ? അതെങ്ങനെ ശരിയാകും? അതൊരു പരിധി വരെ 10 കൽപ്പനയിൽ 5-ാമത്തെ കൽപ്പനയ്ക്ക് എതിരല്ലേ ഈ പറയുന്നത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ പത്രോസോ യോഹന്നാനോ യാക്കോബോ ആരെങ്കിലും ഉന്നയിച്ചേക്കാം. കാരണം അവർക്ക് ഈ കൽപ്പന വളരെ വ്യക്തമായിട്ട് അറിയാം. യേശുക്രിസ്തു താൻ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. കാരണം ഇസ്രായേലിന്റെ ദൈവത്തെയാണ് മറ്റുള്ള മനുഷ്യരെക്കാൾ, ബാക്കി എന്തിനേക്കാൾ അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് എന്ന് യേശുവിടെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. കാരണം ആദ്യത്തെ 4 കൽപ്പന നോക്കുക. ദൈവത്തെ ആകാശത്തിലോ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ യാതൊന്നിനെയും ഉണ്ടാക്കരുത്, പൂർണ്ണമായി നീ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് 1ഉം 2ഉം കൽപ്പനയിലൂടെ നമ്മളോട് പറഞ്ഞു വെച്ചു. 3-ാമത്തെ കൽപ്പനയാകട്ടെ, നീ ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കാരണം മറ്റെല്ലാത്തിനേക്കാൾ അധികമായി ദൈവത്തെ നീ സ്നേഹിക്കണം. 4-ാമത്തെ കൽപ്പനയാകട്ടെ, സാബത്ത് ആചരിക്കണം എന്നുള്ളതാണ് യേശു പറഞ്ഞു വെച്ചത്. ഇതെല്ലാം ദൈവത്തോട് മനുഷ്യനുള്ള ബന്ധത്തെ പ്രതിയാണ് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത്. ഈ 4 കൽപ്പനകൾ പോലെ തന്നെയുള്ള ഒരു കൽപ്പനയാണ് ഇവിടെ മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം, പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ നിന്റെ പ്രാർത്ഥനയാകട്ടെ, നിന്റെ ആരാധനയാകട്ടെ, സ്തുതിപ്പുകളാകട്ടെ ദൈവത്തിലേക്ക് ശ്രേഷ്ഠമായി എത്തണം, മനുഷ്യനിലേക്കല്ല എത്തേണ്ടത് എന്ന് വ്യക്തമായി യേശു ക്രിസ്തുവിടെ പഠിപ്പിച്ചു നോക്കുക. നമ്മൾ നോക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ച ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജപമാലയുമായി ചേർന്ന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരണ വീട്ടിലാകട്ടെ, ഒരു സന്ധ്യാപ്രാർത്ഥനയിലാകട്ടെ, ഒരു ക്രിസ്ത്യാനിയുടെ അനുദിന ജീവിതത്തിലാകട്ടെ, നമ്മൾ എവിടെ നോക്കിയാലും യേശുവിനോടുള്ള പ്രാർത്ഥന ഇല്ല. ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം യേശുവിനോട് അവൻ പ്രാർത്ഥിക്കുന്നത് തുച്ഛവും വിരളവുമാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മിനിറ്റ് പോലും അവന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. പകരം അവൻ യേശുവിൻ്റെ അമ്മയായ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട മാതാവിനെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നു. മാതാവിനോടല്ലാതെ അവൻ്റെ പ്രാർത്ഥനയോ മധ്യസ്ഥം യാതൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ തുടരെയായിട്ട് അനേക വീഡിയോകൾ നമ്മൾ ചെയ്തു. ഇതിലൊന്നുമില്ലാത്തൊരു വികാരമാണ് ഈ കഴിഞ്ഞ ദിവസം ജപമാലയെ ചൊല്ലി നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ തെറിവിളിക്കുക, എന്നെ മോശക്കാരനാക്കുക. അപ്പൊ ഇവരുടെ ഹൃദയത്തിൽ ഇവരുടെ ദൈവം ആരാണ്? ഈ കമന്റ് ചെയ്യുന്നവരുടെ ഉള്ളിൽ ഇവരുടെ വിശ്വാസവും ഇവർക്ക് പൂർണ്ണമായ സ്നേഹവും ദൈവത്തോടാണോ മനുഷ്യരോടാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കമന്റ് ബോക്സ് എന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. യേശു പറഞ്ഞത് എന്താ? അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് യേശു വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഒരുവൻ യേശുവിന്റെ പ്രബോധനങ്ങളിൽ നിലനിൽക്കുമ്പോൾ സ്വന്തം ഭവനം അവനെതിരായി മാറും. നമ്മൾ ഇന്ന് നോക്കിയേ, ഒരുവൻ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ
വിശുദ്ധ ബൈബിൾ വായിച്ചു, സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിഞ്ഞ വിഷയം അവന്റെ ഭവനത്തിൽ പഠിപ്പിച്ചാൽ അവന്റെ അമ്മ അവനെതിരാവും, അവന്റെ അപ്പൻ അവനെതിരാവും. കാരണം പാരമ്പര്യങ്ങൾ അവനെതിരായി മാറും. ആ പാരമ്പര്യങ്ങൾ വെച്ചുകൊണ്ട് അവനെതിരെ ശക്തമായ വാക്കുകളിലൂടെ അവന്റെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ അവനെതിരെ തിരിയാൻ തുടങ്ങും. പല സഹോദരങ്ങൾ എനിക്ക് വിളിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. മിക്കവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ ഞാനൊരു ധ്യാനത്തിന് പോയി, ഞാൻ ബൈബിൾ വായിച്ചു. ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. ഈ സംശയങ്ങൾ ഞാൻ എൻ്റെ ഭവനത്തിൽ ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടെ എൻ്റെ അപ്പൻ എനിക്കെതിരായി ബ്രദറെ. എൻ്റെ അമ്മ എന്നെ ശപിച്ചു പുറത്താക്കാൻ തുടങ്ങി. കാരണം നീ നശിച്ചുപോയി, നീ പെന്തോ ആയി, നീ ബൈബിൾ എടുത്തോ, നീ പെന്തോ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ച് അവനെ പുറത്താക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവനെതിരെ ശാപവാക്കുകൾ സ്വന്തം മാതാവിൽ നിന്ന് വരാൻ തുടങ്ങി. യേശു പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിക്കുന്നത് ഇന്ന് നമ്മളുടെ ഇടയിൽ തന്നെ സംഭവിക്കുക. കാരണം എന്താ? യേശു വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ സത്യപ്രബോധനങ്ങളിൽ നിലനിൽക്കുന്നവൻ അവന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. യേശു ഇവിടെ ഈ കാര്യം പറഞ്ഞു വെക്കുന്നത് വളരെ ക്ലിയർ ആണ്. താൻ ദൈവമാണ് എന്നുള്ളതാണ് യേശു പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ 4 കൽപ്പന ദൈവത്തോടുള്ള കൽപ്പനയാകിയാൽ ദൈവത്തെ അധികമായി സ്നേഹിക്കണം. യേശു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും യേശുവിന് ഇത് പറയാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാകിയാൽ യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ നീ സ്നേഹിക്കരുത്. ഒരു മനുഷ്യനെ നീ സ്നേഹിക്കരുത്. ആ മനുഷ്യനെ അല്ല നീ സ്നേഹിക്കേണ്ടത്, പകരം ദൈവത്തെ സ്നേഹിക്കണം എന്ന് യേശു ഇവിടെ പറഞ്ഞു വെച്ചു. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? മാതാവ് ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്. ആ മാതാവിനോടുള്ള സ്നേഹത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന ഒരു തെറ്റായ ബോധ്യം നമ്മൾ പറഞ്ഞു വെക്കുക. എത്ര പേര് ക്രിസ്തുവിലേക്ക് എത്തി? നിങ്ങൾ ഫാക്ടുകളൊന്ന് പരിശോധിച്ച് നോക്ക്, യാഥാർത്ഥ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എത്ര പേര് ഇന്ന് ക്രിസ്തുവിലേക്ക് എത്തി മാതാവിലൂടെ? വെറും 12-ാം നൂറ്റാണ്ടിൽ മാത്രം വന്ന ഈ ഒരു വിഷയത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലാകട്ടെ, ഒരു മരണ വീട്ടിൽ നമ്മൾ ചെന്ന് നോക്കിയേ, ആ മരണ വീട്ടിൽ ഈ പ്രാർത്ഥനയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന എത്ര മരണ വീട് ഇന്ന് നമ്മുടെ കത്തോലിക്കരുടെ ഭവനത്തിലുണ്ട്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. എന്താണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്? എൻ്റെ സകല പാപങ്ങളും നീക്കി എൻ്റെ യേശുവിനെയാണോ പ്രഖ്യാപിക്കുന്നത്, അതെയോ ഈ വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണോ നമ്മളിൽ ഇന്ന് നടക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വരുമ്പോൾ, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അവൻ നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നീ സ്വന്തം ജീവൻ ദൈവവചനത്തിലൂടെ നീ കണ്ടെത്തിയോ, തീർച്ചയായിട്ടും നിനക്ക് എതിരുകൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ ഓർത്ത് ഭയപ്പെടരുത്. യേശു ഈ വാക്യം പറയുമ്പോൾ വളരെ കൃത്യമായി മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം അനുകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രബോധനത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്. എന്താണ് ആ വാക്യം? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഒരു ഫരിസേയൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുക, ഗുരു, നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? ഏറ്റവും പരമപ്രധാനമായ കൽപ്പന ഏതാണ്? യേശുവോട് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് ഇതിന് തുല്യം തന്നെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതായത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. യേശു വ്യക്തമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. ഇതേ വാക്യം തന്നെയല്ലേ 10-ാം അധ്യായം 37-ാം വാക്യം നമ്മളോട് കർത്താവ് പറഞ്ഞത്, നീ എന്നേക്കാൾ അധികമായി നിന്റെ മാതാവിനെ സ്നേഹിക്കരുത്, എന്നേക്കാൾ അധികമായി നിന്റെ പിതാവിനെ സ്നേഹിക്കരുത് എന്ന് യേശു പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം. താൻ ദൈവമാണ് എന്ന് യേശു ഇവിടെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. യേശു താൻ ദൈവമാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വന്നിരിക്കുന്നത് സമാധാനമല്ല, കാരണം നീ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ നിനക്കെതിരായി മാറും. കാരണം മനുഷ്യനെ അല്ല ആരാധിക്കേണ്ടത്, മനുഷ്യന്റെ മുൻപിലല്ല പ്രാർത്ഥനകൾ വെക്കേണ്ടത്, ദൈവത്തിന്റെ മുൻപിലാണ് പ്രാർത്ഥന വെക്കേണ്ടത്. ഇതാണ് കർത്താവ് ഈശോ മിശിഹ ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വിഷയം. ഇവിടെയല്ലേ മനുഷ്യർ നമ്മളെ ചീത്ത വിളിക്കുന്നത്, മനുഷ്യർ നമ്മളെ തെറി വിളിക്കുന്നത്. കാരണം ഇത് മനുഷ്യന് അംഗീകരിക്കാൻ പറ്റത്തില്ല.
ഇത് ലോക മനുഷ്യന്, ആത്മാവില്ലാത്ത ലോക വ്യക്തിക്ക് ഇത് യാതൊരു വിധത്തിലും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് കായേൻ ആബേലിനെ കൊല്ലുന്നത്. ഇവിടെയാണ് സ്വന്തം സഹോദരനെതിരെ ഓരോ ഭവനവും തിരിയുന്നത്, ഓരോ വ്യക്തികളും തിരിയുന്നത്. ഇന്ന് ഞാനായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ നിന്നും എനിക്കെതിരായി വാളുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. യേശു പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, യേശു പറഞ്ഞത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരുവൻ യേശുവിനെ ദൈവമായി അംഗീകരിച്ചാൽ യേശു പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ സ്നേഹിക്കും. ആ യേശുവിനെ സ്നേഹിക്കുന്നവൻ മനുഷ്യന്റെ പിന്നാലെ പോകത്തില്ല, വിശുദ്ധരോടുള്ള ആരാധനയോ വിശുദ്ധരുടെ പിന്നാലെയോ പോകത്തില്ല. പകരം അവൻ ദൈവത്തിന് കൂടുതൽ സ്ഥാനം കൊടുക്കും. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കൊടുക്കും. ആ പ്രാർത്ഥനയെ ചുരുക്കിക്കൊണ്ട് യാതൊരുവിധ പ്രബോധനത്തിലേക്ക് അവൻ പോകത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ പ്രാർത്ഥനയെ അവൻ ഹൃദയത്തോട് ചേർത്ത് വെക്കും. അവൻ അത് 150 പ്രാവശ്യം ചൊല്ലും ഒരു ദിവസം, കഴിയുമെങ്കിൽ അതിലധികം. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിന് മുകളിൽ യാതൊരുവിധ വാക്കുകളെയും കൊണ്ടുവന്ന് വെക്കാൻ അവൻ സമ്മതിക്കത്തില്ല, അവന്റെ ഹൃദയം അനുവദിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയം അപ്പസ്തോലന്മാർക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് കൂടെ നമ്മളിന്ന് പരിശോധിച്ചാൽ വളരെ ക്ലിയറായി. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളിന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം യേശു ക്രിസ്തുവിനെയാണോ കൂടുതൽ സ്നേഹിക്കേണ്ടത്, അതെയോ സ്വന്തം മാതാപിതാക്കളെയാണോ സ്നേഹിക്കേണ്ടത്? പഴയ നിയമത്തിന് അഗാധ്യമായ പാണ്ഡിത്യമുള്ള പൗലോസ് അപ്പസ്തോലൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ, ഇത് തീർച്ചയായും യുക്തമാണ്. നമ്മൾ പഴയ നിയമം മുഴുവൻ നോക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ നീ ഭയപ്പെടുവിൻ എന്നാ കാണുന്നത്. അങ്ങനെ പഴയ നിയമത്തിലുടനീളം മാതാപിതാക്കളോടുള്ള ഭയവും അനുസരണയും എല്ലാം ഒരേ തരത്തിൽ വെക്കുമ്പോൾ ഇതാ പുതിയ നിയമത്തിൽ വരുമ്പോൾ എഫേസ്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. ഒരു മാതാവോ പിതാവോ വന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത, യേശുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാത്ത ഒരു കാര്യം വന്ന് നിന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ അത് അനുസരിക്കണ്ട. കാരണം ക്രിസ്തുവിൽ നീ മാതാപിതാക്കളെ അനുസരിക്കുക. ഇതാ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരുവൻ ബൈബിൾ വായിച്ചു, അവന് തോന്നി ഓക്കെ പാരമ്പര്യങ്ങൾ എനിക്ക് തുടരേണ്ട ആവശ്യമില്ല, ഈ വിശ്വാസ പാരമ്പര്യത്തിൽ മാത്രമുള്ളത് എനിക്ക് മതി, പാരമ്പര്യ വിശ്വാസത്തിലുള്ളത് ഞാൻ ഉപേക്ഷിക്കുക എന്ന് ഒരുവൻ പറഞ്ഞാൽ, അവന്റെ മാതാവോ പിതാവോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, നോ, ക്രിസ്തുവിൽ നീ അനുസരിച്ചാൽ മതി. ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനത്തിൽ നീ മാതാവിനെയോ പിതാവിനെയോ അനുസരിച്ചാൽ മതി. പക്ഷെ നീ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. അതിൽ യാതൊരുവിധ മാറ്റവും. മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കണം. എന്നാൽ പൂർണ്ണമായ അനുസരണം അത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു മാതാവോ പിതാവോ എന്നോടൊരു കാര്യം നിർബന്ധിച്ചാൽ പോലും അതനുസരിക്കാൻ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം അത് വ്യക്തമാ, ക്രിസ്തുവിലാണ് നീ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് എന്ന് വ്യക്തമായുടെ വചനം പഠിപ്പിക്കുക. കാരണം അപ്പസ്തോലന് യേശു പഠിപ്പിച്ച പ്രബോധനം വളരെ വ്യക്തമായി മനസ്സിലായി. എന്ത്? എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. അപ്പൊ നമ്മൾ പറയാ ഓക്കെ, അങ്ങനെയല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് യേശുവിന്റെ അമ്മ മാതാവിനെയാണ്, അതിൽ കൂടുതൽ ഞങ്ങൾ ആരെയും ബഹുമാനിക്കില്ല. അങ്ങനെ യേശുവിന്റെ അമ്മയെ ബഹുമാനിക്കുമ്പോൾ ഞാൻ യേശുവിനെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ഇത് യേശു പഠിപ്പിച്ചില്ലെന്നേ. യേശുവിന്റെ മുമ്പിൽ വന്ന് ഒരു സ്ത്രീ യേശു പ്രഘോഷിച്ചുകൊണ്ടിരുന്നിടത്ത് യേശുവിനോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ പാലൂട്ടിയവളും നിന്നെ ചുമന്ന ഉദരവും എത്ര അനുഗ്രഹീതം. തീർച്ചയായിട്ടും ആ അമ്മ അനുഗ്രഹീത തന്നെയാണ്. പക്ഷേ യേശുവിടെ പറയുന്ന മറുപടിയുണ്ട്, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ അനുഗ്രഹീതൻ, അതിനേക്കാൾ ഏറെ അനുഗ്രഹീത എന്നാ പറയുന്നത്. അതായത് ഈ കുടുംബ മഹിമ യേശു അതിനെ സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. ഈ കുടുംബ മഹിമയെ സപ്പോർട്ട് ചെയ്യുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്, അല്ല. പകരം തൻ്റെ കൽപ്പനകളെ പാലിക്കാൻ യേശു പഠിപ്പിച്ചു. അപ്പൊ മത്തായി സുവിശേഷം 10:37 പറഞ്ഞ എന്നേക്കാൾ അധികമായി മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞ ആ കൽപ്പന നമ്മൾ പാലിക്കണ്ടേ? യേശു പറഞ്ഞ പരമപ്രധാനമായ കൽപ്പന, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തെ നീ സ്നേഹിക്കണ്ടേ? ആ കൽപ്പന നമ്മൾ പാലിക്കണ്ടേ? എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ ക്രിസ്തുവിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുവിൻ എന്ന് പറഞ്ഞ
ആ പ്രബോധനം നമ്മൾ സ്വീകരിക്കണ്ടേ? ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഏറ്റവും പ്രധാനമായി നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നാമും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. വളരെ കൃത്യമായി യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നാമും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ. യോഹന്നാൻ അപ്പസ്തോലൻ യേശു ക്രിസ്തുവിൻ്റെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി പഠിപ്പിക്കുക. യേശുവിൽ നിന്നുള്ള പ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും യേശു ക്രിസ്തു ദൈവം പ്രകാശമാണെന്ന് പഠിപ്പിക്കുകയും ആ പ്രകാശത്തോട് നമ്മൾ ചേർന്നിരിക്കുകയും അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ വളരെ കൃത്യമായ അപ്പസ്തോലൻ പറയുക, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നാമും പ്രകാശത്തിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് അവനോട് കൂട്ടായ്മ ഉണ്ടാകും. ആരോട്? യേശുവിനോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. അങ്ങനെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ വിശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മയുള്ളവനെ എല്ലാ പാപത്തിൽ നിന്നും യേശു വിശുദ്ധീകരിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കർത്താവ് പഠിപ്പിച്ചത് നേരെ തിരിച്ചാ. ദൈവത്തോട് അപേക്ഷിക്കണം. എങ്ങനെ? അവിടത്തോട് നീ കൂട്ടായ്മ ഉണ്ടാകണം. അവിടത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നിന്നെയും പ്രകാശത്തിലാക്കും. അങ്ങനെ നീ പ്രകാശത്തിലാകണമെങ്കിൽ ആണെങ്കിൽ അവന്റെ രക്തം, യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും, യാതൊരു പാപം എക്സ്റ്റേണൽ അല്ല, പുറത്തല്ല, നിന്റെ സകല പാപത്തിൽ നിന്നും നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണ് അവന്റെ രക്തം. നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണ് അവന്റെ രക്തം. യേശു അത് പഠിപ്പിച്ച് സകല പാപങ്ങളിൽ നിന്നും. അപ്പോഴാണ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് അപേക്ഷിക്കാൻ നേരമില്ല, നമുക്ക് കർത്താവിനോട് പറയാൻ നേരമില്ല, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നേരമില്ല. നമ്മൾ അതിനെ കൂലിക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്തുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, നമ്മുടെ ഒരു പഴയ സുഹൃത്താണ്, അദ്ദേഹം നല്ല പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ജനത്തെ പിന്തിരിപ്പിക്കുന്നു. താൻ പാപിയാണെന്നുള്ള ബോധ്യം ജനത്തിന് ഇല്ലാതെയാക്കുന്നു. കാരണം ഒരുവൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പരിശുദ്ധ മറിയമേ പ്രാർത്ഥന ചെല്ലുമ്പോൾ, അവൻ നിരന്തരം പാപിയാണെന്നുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വരികയാണ്. അവൻ പാപിയാണെന്ന് ഏറ്റുപറയുക. എന്താ കർത്താവ് പഠിപ്പിച്ച? യോഹന്നാന്റെ ലേഖനം 1:8 കൂടെ നമുക്ക് വായിക്കാം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിലും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആര് ശുദ്ധീകരിക്കും? ആരോട് ഏറ്റുപറയണം? സകല പാപങ്ങളും പോക്കാൻ കഴിവുള്ളവൻ ആരാണ്? നിന്റെ സകല പാപങ്ങളും മായ്ക്കാൻ കഴിവുള്ളവൻ ആരാണ്? അപ്പസ്തോലൻ പഠിപ്പിച്ചത് യേശുവാണ്. യേശുവിനോട് സകല പാപം ഏറ്റുപറയണം. മാതാവിനോടാണോ ഏറ്റുപറയണ്ടേ? മാതാവിൻ്റെ മുമ്പിലാണോ എൻ്റെ മരണസമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജപമാല പ്രാർത്ഥന മുഴുവൻ വചനമാണ്. എത്ര വാക്യങ്ങളുണ്ട് വിശുദ്ധ ബൈബിളിൽ? ഈ ലക്ഷക്കണക്കിന് വചനങ്ങളിൽ നമുക്ക് എന്തേ ഈ ഒരു വചനത്തോട് മാത്രം ഇത്ര തീഷ്ണത, ഇത്ര താല്പര്യം? ബാക്കി എത്രയോ വചനങ്ങളുണ്ട്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച്, മറുവിലയായി കൊടുത്ത രക്തത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളുണ്ട്. യേശു ഉദ്ബോധിപ്പിച്ച വചനങ്ങളുണ്ട്. അനേക വാക്യങ്ങളുണ്ടല്ലോ. ഇതിനോടൊന്നും ഇല്ലാത്ത താല്പര്യം എന്താ? ഈ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ വാക്യത്തോട് മാത്രമേ നമുക്കുള്ളത്. ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ പ്രിയദാസനായ ജോബിനെ നീ കണ്ടുവോ? നമ്മൾ എന്തേ ആ വാക്യം ഒരു 100 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാത്ത? കാരണം യേശു പറഞ്ഞ വാക്യമല്ലേ, നീതിമാനായ യേശുവല്ലേ, നന്മ നിറഞ്ഞ ജോബിനെ കുറിച്ചല്ലേ കർത്താവ് പറഞ്ഞത്. അപ്പൊ ആ നന്മ നിറഞ്ഞ ജോബിനോട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന വെക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ പഴയ നിയമസഭ അങ്ങനെ ഒരു പ്രാർത്ഥന വെച്ചില്ല? ഇത് നമ്മൾ പരിശോധിക്കണ്ടേ? വേണ്ട, ബാക്കിയെല്ലാം നമുക്ക് വിടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത് ബൈബിളിലുള്ള കാര്യമല്ലേ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. അങ്ങനെ നാമം പൂജിതമാകണമേ, അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെല്ലാം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, ബൈബിളിലുള്ള വാക്യങ്ങളല്ലേ. ഇതിനെ 5 പ്രാവശ്യമാക്കി, 150 നിന്നും 5 മാറ്റി. എന്നിട്ട് മറ്റൊരു വചനം അതിൻ്റെ കൂടെ ചേർത്തു. ബൈബിളിൽ ഇല്ലാത്ത കുറെ വചനങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇതെങ്ങനെ ശ്രേഷ്ഠമാകും? അപ്പൊ നമ്മൾ പറയുക, പ്രകാശത്തിന്റെ രഹസ്യങ്ങളുണ്ട്,
മറ്റ് പല കാര്യങ്ങളുണ്ട് എന്ന് വയ്ക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളിലെ ജപമാല പ്രാർത്ഥന എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആത്മാർത്ഥമായി ജപമാല ചൊല്ലുന്ന വ്യക്തികളുണ്ട്? നിങ്ങൾ ഫാക്ട് പരിശോധിക്കുക. വെറുതെ ആദരജൽപ്പനം ചെയ്ത് നമ്മുടെ മക്കളെ നശിപ്പിക്കാതിരിക്കുക. സഭയിൽ നിന്നും ചാടിപ്പോകാനല്ല നമ്മൾ പറയുന്നത്. എവിടെ ചെന്നാലും, ഏത് സഭയിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് ഡിനോമിനേഷനിൽ ചെന്നാലും അവിടെ കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ഏതാ ഉള്ളതെന്ന് ഒരെണ്ണം പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സകലത്തിലും കുറവുകളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയാറ്, വറചട്ടിയിൽ നിന്നും ചാടി എരുതിയിലേക്ക്. എന്ത് കാര്യത്തിന്? ഏതെങ്കിലും ഒരു വ്യക്തി വിശുദ്ധ ബൈബിൾ വായിച്ചു തുടങ്ങിയാൽ ആ ബൈബിളിലൂടെ അവന് സത്യം മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെ മനസ്സിലാക്കിയാൽ അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ചോദ്യം ചോദിക്കുമ്പോൾ അവനെ പെന്തക്കോസ്ത് മുദ്ര കുത്തും. തീർച്ചയായും ഞാൻ പറയുന്നു, ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തി കത്തോലിക്ക സഭയിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ സഹോദരങ്ങളാണ്. മത്തായി സുവിശേഷം 10:37 സ്വന്തം സഹോദരൻ അവർക്കെതിരായി തിരിഞ്ഞപ്പോൾ അവർ മറ്റു സഭകളിലേക്ക് പോയി. അവർക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി. പക്ഷെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ പോകത്തുമില്ല. നിങ്ങൾ അങ്ങനെ എന്നെ പെന്തക്കോസ്ത് മുദ്ര കുത്തിയാലും പോകാൻ തീരുമാനമില്ല. കാരണം യേശുവിൻ്റെ ശരീര രക്തങ്ങൾ എനിക്ക് നൽകുന്നത് ഈ സഭയിലാണ്. മറ്റൊരു സ്ഥലത്ത് എനിക്ക് നൽകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വിശുദ്ധ കുർബാന ലഭിക്കുന്നത് ഈ സഭയിലാണ്, മറ്റൊരു സ്ഥലത്തുമില്ല. പല പെന്തക്കോസ്തക്കാരും നമ്മളെ വിളിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം എനിക്ക് ഒന്നിനും ഉപകരിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 6:61 ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അതുകൊണ്ട് വിശുദ്ധ കുർബാന വേണ്ട എന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസ്തിന്റെ ഇടയിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഈ സഭയിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ സഭയിലുള്ള ഈ തിന്മകൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യും. അപ്പസ്തോലിക പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പസ്തോലന്മാർ പഠിപ്പിച്ച സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിന് യാതൊരുവിധ മാറ്റവും പറ്റത്തില്ല എന്നുള്ളത് ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, സത്യം നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ആരോടാ ഈ വൈരാഗ്യം? സ്വന്തം സഹോദരങ്ങളോടോ, സ്വന്തം ബന്ധുമിത്രാദികളോടോ, സ്വന്തം മാതാപിതാക്കളോടോ? പാരമ്പര്യങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് അറിവില്ലാതെ തെറ്റ് ചെയ്തു പോയി. ഒരുപക്ഷെ ദൈവം അവരോട് ക്ഷമിക്കും. പക്ഷെ സത്യം തിരിച്ചറിയുന്ന ഇന്നത്തെ തലമുറയോട് ദൈവം ക്ഷമിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞു, നീ ദൈവത്തെ തേടി അവിടെ പോകണ്ട, അപ്പുറത്തെ ആരാധന, പെന്തക്കോസ്ത് ആരാധനയെ ഒന്നിനും പോകണ്ട. കാരണം നിനക്ക് സമീപസ്ഥമായ ദൈവവചനത്തിൽ നീ ഒന്ന് ചെയ്താൽ, ഒന്ന് ആഴത്തിലൊന്ന് ഇറങ്ങിയാൽ മതി, സത്യം നീ തിരിച്ചറിയും. ദൈവവചനം നിനക്ക് സമീപസ്ഥമാ, അതിലേക്ക് നീ ഒന്ന് കടന്നു വന്ന സത്യം നമുക്ക് മനസ്സിലാകും. അവിടെ നമ്മൾ പലതും ഉപേക്ഷിക്കും, പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അവിടെയാണ് ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവസഭയായി, ഒരു ദൈവ സമൂഹമായി നമ്മൾ മാറ്റപ്പെടുക. യാതൊരു വിധത്തിലേക്കും നമ്മൾ മാറണ്ട, സഭ മാറണ്ട, സഭ ചാടണ്ട, മറ്റൊന്നിലേക്ക് മാറിപ്പോകണ്ട. സത്യ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, യേശുവാകുന്ന ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുക. ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് ഒരുമിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.